മാന്യ സദസ്സിന് നമസ്കാരം. പൂക്കളുടെ സൗരഭ്യം പേറി വരുന്ന മന്ദമാരുതൻ കടന്നു പോകുന്ന വഴികളെ സുഗന്ധപൂരിതമാക്കുന്നത് പോലെ കടന്നുപോയ പാതകളിൽ വിശുദ്ധിയുടെ സുഗന്ധം പരത്തിയ ദൈവത്തിന്റെ വാനമ്പാടിയാണ് വിശുദ്ധ അൽഫോൻസാമ. 21-ാം നൂറ്റാണ്ടിന്റെ തിലകക്കുറിയായി ഭാരത സഭയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ദിവ്യ തേജസ്. തിന്മ നിറഞ്ഞ ഈ നൂറ്റാണ്ടിന്റെ ചിന്താഗതികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിശുദ്ധിയുടെ കൊടുങ്കാറ്റായി വിശ്വം മുഴുവൻ വീശിയടിച്ച ഒരത്ഭുത പ്രതിഭാസം. ഇങ്ങനെ എത്രമാത്രം വർണ്ണിച്ചാലും തീരാത്ത വിധം വിശുദ്ധിയുടെ പുണ്യപരിമളം വാരി വിതറിയ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മനുഷ്യവംശത്തോടുള്ള അനന്തമായ സ്നേഹം ഒന്നു മാത്രമാണ്. കുരിശിലെ വർണ്ണനാതീതമായ സഹനം ഏറ്റെടുത്ത് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. ക്രൂശിതനെ അനുഗമിക്കുന്നവരുടെ സമ്പത്ത് അവന്റെ സഹനത്തിന്റെ ഓഹരിയിൽ പങ്കുപറ്റുകയാണെന്ന ദൈവിക ജ്ഞാനത്തിലേക്ക് വളർന്ന അൽഫോൻസാമ സഹനത്തെ നോക്കി പുഞ്ചിരിച്ചു. ഒരിക്കൽ വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസിനോട് കുരിശിൽ നിന്ന് ഈശോ ഇപ്രകാരം ചോദിച്ചുവത്രേ: യോഹന്നാനെ, നിന്റെ അധ്വാനത്തിനെല്ലാം എന്ത് പ്രതിഫലം വേണം? യോഹന്നാൻ മറുപടി പറഞ്ഞു: കർത്താവേ, അങ്ങയെ പ്രതി കൂടുതൽ സഹിക്കാനും നിന്ദിക്കപ്പെടാനുമുള്ള അനുഗ്രഹം മാത്രം എനിക്ക് മതി. അതെ, ഇപ്രകാരം അൽഫോൻസാമയോടും ഈശോ ചോദിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കുമല്ലോ കാളാശ്ശേരി പിതാവിന് രോഗമാണെന്നറിഞ്ഞപ്പോൾ പിതാവേ, അതെല്ലാം ഈ മകൾക്ക് വിട്ടു തന്നേക്കൂ എന്ന് സന്തോഷപൂർവ്വം അപേക്ഷിച്ചത്. കുരിശാകുന്ന ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന അൽഫോൻസാമ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാഠങ്ങൾ പഠിച്ചു. മരുന്നും മരക്കട്ടിലും അവൾ കൃപയുടെ നീർച്ചാലുകളാക്കി മാറ്റി. രോഗവും അവഗണനയും തെറ്റിദ്ധാരണയും ഒറ്റപ്പെടലുമെല്ലാം അവൾക്ക് നാഥനിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. ഉടല് നീറുമ്പോഴും മനസ്സിൽ ആനന്ദം നിറഞ്ഞു തുളുമ്പി. അവൾ പ്രാർത്ഥിച്ചു: നാഥ, നിന്റെ നിണമൊഴുകുന്ന കരങ്ങൾ കൊണ്ട് എന്നെ തഴുകണമേ. നിന്റെ പിളർക്കപ്പെട്ട മാറിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കണമേ. ഒരു പുഞ്ചിരിയിൽ ഒരു ജന്മത്തിന്റെ വേദനകളെ മുഴുവൻ അവൾ കുറിച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന, പേരിനും പ്രശസ്തിക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന, അപരനെ താഴ്ത്തിക്കെട്ടി സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ലോകത്തിനു മുൻപിൽ അൽഫോൻസാമ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. ഈശോയെ പ്രതി എല്ലാവരെയും സ്നേഹിക്കാൻ നിനക്കാവുമോ? ആ സ്നേഹത്താൽ പ്രേരിതനായി സഹനങ്ങൾ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമോ? സ്നേഹത്തിൽ അലിയിച്ചോരോ സഹനങ്ങൾ സ്വീകരിക്കാൻ ദൈവത്തിൻ ദാസിയായ അൽഫോൻസേ പ്രാർത്ഥിക്കണേ. നന്ദി, നമസ്കാരം. ജയ് അൽഫോൻസാമ.